വനിതാ സംവരണ ഭേദഗതി ബിൽ ചർച്ച ചെയ്യുന്നതിനായി 3 ദിവസത്തെ പ്രത്യേക പാർലമെന്റ് സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. ലോക്സഭയിലെ ആകെ സീറ്റുകളുടെ എണ്ണം 850 ആയി ഉയർത്തിക്കൊണ്ട് വനിതാ സംവരണം നടപ്പിലാക്കാനാണ് ബില്ലിലെ പ്രധാന ശുപാർശ. വനിതാ സംവരണ ബില്ലിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും മണ്ഡല പുനർനിർണയം തിരക്കിട്ട് നടത്തുന്നതിനോട് പ്രതിപക്ഷത്തിന് വിയോജിപ്പാണ്. വിഷയത്തിൽ പ്രതിപക്ഷം വലിയ പ്രതിഷേധമാണ് ഉയർത്തുക. ശരത് ലാൽ ഡൽഹിയിൽ നിന്ന് ചേരും. ശരത്ത്, സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഒന്നായിട്ട് സ്വാഭാവികമായിട്ടും ഈ ഡീലിമിറ്റേഷൻ മാറുമല്ലോ. വനിതാ ബില്ലും അതോട് ചേർത്ത് ആണ് ഉദ്ദേശിക്കുന്നത്, അതിന് വേണ്ടിയിട്ട് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. ആ നിലക്കാണ് ഉദ്ദേശിക്കുന്നത് കേന്ദ്ര സർക്കാർ എന്നതുകൊണ്ട് അതും വലിയ ചർച്ചകളിലേക്ക് പോകും. എന്താണ് ഇന്ന് പാർലമെൻറ്റിൽ സംഭവിക്കാനിടയുള്ളത്? പ്രതിപക്ഷം അതിശക്തമായിട്ടുള്ള പ്രതിഷേധത്തിനാണോ കോപ്പ് കൂട്ടുന്നത്? ഗുഡ് മോർണിംഗ് സനീഷ്. അതുതന്നെയാണ്, പ്രതിപക്ഷം അതിശക്തമായ പ്രതിഷേധത്തിന് തന്നെയാണ് കോപ്പ് കൂട്ടുന്നത്. കാരണം ഭരണഘടനാ ഭേദഗതി ബിൽ പാസ്സാക്കാൻ NDAക്ക് ഭൂരിപക്ഷമില്ല, ലോക്സഭയിൽ 3/2 ഭൂരിപക്ഷമില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് വഴങ്ങേണ്ടി വരും എന്നതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇന്ന് അടിയന്തരമായി ഇന്നലെ ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം ചേർന്നിരുന്നു. അത് സംബന്ധിച്ച് ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തിട്ടുണ്ട്. മണ്ഡല പുനഃക്രമീകരണവും അതേപോലെ തന്നെ വനിതാ സംവരണ ബില്ലും കൂട്ടിക്കെട്ടരുത്. വനിതാ സംവരണ ബില്ലിൽ നിലവിലുള്ള 543 തന്നെ വനിതാ സംവരണം 33% നടപ്പിലാക്കണമെങ്കിൽ നടപ്പിലാക്കട്ടെ എന്നൊരു നിലപാടാണ് ഇന്ത്യ സഖ്യം ഇന്നലെ എടുത്തത്. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട തീരുമാനമെന്ന് ഇന്ന് ഇപ്പോൾ പ്രതിപക്ഷ എംപിമാരുടെ ഫ്ലോർ ലീഡേഴ്സിൻ്റെ യോഗം ഇന്ന് 10:30 മണിക്ക് ചേരുകയാണ്. ആ യോഗത്തിൽ ഖാർഗെയുടെ റൂമിലാണ്, പാർലമെൻറ്റിലേക്ക് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ റൂമിൽ വെച്ചാണ് യോഗം. രാഹുൽ ഗാന്ധി അടക്കമുള്ള മുതിർന്ന നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഫ്ലോർ നേതാക്കളെ, പ്രതിപക്ഷത്തെ ലോക്സഭയിലെ ഫ്ലോർ നേതാക്കളുടെ യോഗമാണിത്. ഈ യോഗത്തിലാണ് എന്തായിരിക്കും ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ സ്പീക്കർ ഇന്ന് 11:30 ശേഷം വിളിച്ചു ചേർത്ത ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ കാര്യങ്ങൾ എങ്ങനെ ചർച്ച ചെയ്യണമെന്ന കാര്യത്തിൽ തീരുമാനമാകുക. ഏതായാലും സർക്കാർ അനൗദ്യോഗികമായി മറ്റൊരു കാര്യത്തിലേക്ക് ഒരു ചർച്ചയ്ക്ക് അനൗദ്യോഗികമായി തയ്യാറായിട്ടുണ്ട്. കാരണം 50% വർദ്ധിപ്പിക്കുക. നിലവിൽ 20 സീറ്റാണ് കേരളത്തിൽ ലോക്സഭയിലുള്ളെങ്കിൽ അത് 50% കൂട്ടി 10 സീറ്റുകൾ കൂട്ടി 30 മാറ്റുക. അത് സെൻസസിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ തന്നെ മറ്റു കാര്യങ്ങൾ നിലവിലുള്ള 543 സീറ്റ് 50% വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു നിലത്തിലേക്ക് കാര്യങ്ങൾ പോവുക. അതായത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിൽ 20 എന്നുള്ളത് 30 മാറ്റുക. ആ പ്രാതിനിധ്യത്തിൽ തെക്കൻ സംസ്ഥാനങ്ങൾക്കും അതേപോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും നിലവിലുള്ള രീതി തുടരാമെന്നൊരു ചർച്ച മുന്നോട്ട് പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജു പ്രതിപക്ഷ നേതാക്കളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഈ കാര്യത്തിലും ഉള്ള നിലപാട് എന്തായിരിക്കും എന്നതാണ് ഇനി നമുക്കറിയേണ്ടത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ മധ്യഘട്ടത്തിൽ തന്നെ ഇത്തരമൊരു ബില്ലുമായി വരുന്നതിന് രാഷ്ട്രീയ പ്രേരിതം എന്നാണ് പ്രതിപക്ഷം, അല്ലെങ്കിൽ കോൺഗ്രസും TMCയും അതേപോലെ ഇടതുപക്ഷവും വ്യക്തമാക്കിയിട്ടുള്ളത്. അത് കാരണം കൊണ്ട് തന്നെ ഇത്തരം ചർച്ചയ്ക്കും പാർലമെൻറ്റിൽ ഇനിയൊരു സമയം ഉണ്ടാകുമോ എന്നതാണ് സംശയം. ഏറ്റവും ഇന്ന് ബില്ല് അവതരിക്കുന്നു, 2 ദിവസം ലോക്സഭയിൽ ചർച്ച ചെയ്യുന്നു, ലോക്സഭ പാസ്സാക്കുന്നു, അതനുസരിച്ച് 3ാമത്തെ ദിവസം രാജ്യസഭയിൽ ബില്ല് വരുന്നു, പാസ്സാക്കുന്നു. ഈ രീതിയാണ് സർക്കാർ ഈ ബില്ലിനുമായിട്ട് അനുബന്ധിച്ച് നടത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പേ പ്രതിപക്ഷ നേതാക്കളുടെ യോഗം വിളിക്കാനും സർക്കാർ തയ്യാറായിട്ടില്ല. സനീഷ്, ഇതിലുള്ള പരിഭവവും പ്രതിപക്ഷ നേതാക്കൾ ഇന്നലെ ഇന്ത്യ സഖ്യ യോഗത്തിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ബില്ല് പാസ്സാക്കുകയല്ല, മറിച്ച് രാഷ്ട്രീയ ലക്ഷ്യമാണ് BJPയുടേത് എന്ന തിരിച്ചറിവിലാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ. സനീഷ്.